2025 അബുദാബി ശക്തി അവാർഡുകൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവാർഡ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ, എ.കെ. മൂസ മാസ്റ്റർ, കവി പ്രഭാവർമ്മ എന്നിവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മലയാള സാഹിത്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും സഹായകരമായ മികച്ച കൃതികൾക്കാണ് അബുദാബി ശക്തി പുരസ്കാരങ്ങൾ. വിവിധ മേഖലകളിലെ പുരസ്കാരങ്ങൾ അവാർഡ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ, എ.കെ. മൂസ മാസ്റ്റർ, കവി പ്രഭാവർമ്മ എന്നിവരാണ് പ്രഖ്യാപിച്ചത്. നോവൽ മേഖലയിൽ 2 പുസ്തകങ്ങൾക്കാണ് അവാർഡ് നൽകിയിട്ടുള്ളത്. ഒന്ന് മൃത്യുസൂത്രം, എസ് മഹാദേവൻ തമ്പി, അല്ലെ ഹലൻ, അംബികാസുധൻ മാങ്ങാട്. 2 പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്. കഥ ഒരാൾ മാത്രമാണ്, കാരണം എം മഞ്ജു, ജലപ്പന്ത് എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ പേര്. കവിത MD രാജേന്ദ്രൻ, ഒരു പുസ്തകം മാത്രമാണ്. നാടകം മഹായാനം, അനിൽകുമാർ ആലത്തുപറമ്പ്. കിതാബ് റഫീഖ് മംഗലശ്ശേരി. ബാലസാഹിത്യത്തിൽ മുതലക്കെട്ട് ശ്രീകണ്ഠൻ, സൽക്കഥകൾ പായിപ്പുറം രാധാകൃഷ്ണൻ. ഡോക്ടർ എ.കെ. നമ്പ്യാർക്കാണ് ശക്തി ടി.കെ. രാമകൃഷ്ണൻ പുരസ്കാരം. നിരൂപണ വിഭാഗത്തിലുള്ള ശക്തി തായാട്ട് പുരസ്കാരം കവിതയുടെ രാഗപൂർണിമ എന്ന കൃതിക്ക് ഡോക്ടർ ടി.കെ. സന്തോഷ് കുമാറിനാണ്. വിജ്ഞാന സാഹിത്യത്തിൽ എം ജയരാജനും എ.കെ. പീതാംബരനുമാണ് പുരസ്കാരം. ഇതര സാഹിത്യത്തിനുള്ള ശക്തി എരുമേലി പുരസ്കാരം കടമനിട്ട എന്ന കൃതിക്ക് കെ.എസ്. രവികുമാറും ഒരു സമരനൂറ്റാണ്ട് എന്ന കൃതിക്ക് കെ.വി. സുധാകരനും അർഹനായി. പെരുമലയൻ എന്ന കൃതിക്ക് എം.വി. ജനാർദ്ദനൻ, സൂക്കോ കടന്ന്, വടക്ക് കിഴക്ക് എന്നീ കൃതികൾക്കായി കെ.ആർ. അജയൻ, നക്ഷത്രങ്ങൾക്കിടയിൽ മിന്നാമിനുങ്ങ് എന്ന കൃതിക്ക് ഗിരിജ പ്രദീപ് എന്നിവർക്ക് പ്രത്യേക പുരസ്കാരവും ലഭിച്ചു. ശക്തി ടി.കെ. രാമകൃഷ്ണൻ അവാർഡിന് 50,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മറ്റ് അവാർഡുകൾക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഒക്ടോബർ ആദ്യവാരം പാലക്കാട് പട്ടാമ്പിയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.